പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ജൂൺ 20 മുതൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം 1600 രൂപയാണ് പെൻഷനായി ലഭിക്കുക. ഈ സർക്കാരിൻ്റെ 4 വർഷ കാലയളവിൽ 38,500 കോടി രൂപയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകാനായി ആകെ അനുവദിച്ചത്. 9 വർഷം കൊണ്ട് 1ഉം 2ഉം പിണറായി സർക്കാരുകൾ ക്ഷേമ പെൻഷനായി നൽകിയത് 73,654 കോടി രൂപയാണ്. കേന്ദ്ര സർക്കാർ കേരളത്തിന്മേൽ ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധത്തിലും സാധാരണക്കാരുടെ ക്ഷേമകാര്യങ്ങളിൽ അതീവ ശ്രദ്ധയോടെ ുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മറ്റൊരറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം അനുവദിക്കുന്ന തുകയുൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകണമെങ്കിൽ അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ വേണം. വെബ്സൈറ്റ് നിലവിൽ ഓപ്പണായിട്ടുണ്ട്. കൃഷിഭവൻ വഴി മാത്രമല്ല, ഇനി സ്വന്തമായും രജിസ്ട്രേഷൻ ചെയ്യാം. കർഷക രജിസ്ട്രേഷൻ ഫാർമൽ ലോഗിൻ വഴി സ്വന്തമായോ അക്ഷയ സെന്ററുകൾ, കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴിയോ ചെയ്യുന്നതിന് വെബ്സൈറ്റ് ഓപ്പണായിട്ടുണ്ട്. കുറെ ദിവസങ്ങളായി ഇതിന് സാധിച്ചിരുന്നില്ല. മാത്രമല്ല, ഇത് കൃഷിഭവൻ വഴി മാത്രമേ ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ. OTP കിട്ടാൻ ഏറെ പ്രയാസം വരുന്നത് കാരണം കൃഷിഭവനുകളിൽ വൻ കാത്തുനിൽപ്പായിരുന്നു. സ്വന്തമായി രജിസ്റ്റർ ചെയ്യാം എന്ന മാറ്റം കർഷകർക്ക് ഗുണപ്രദമായി. കർഷകർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ സേവനം ലഭ്യമാക്കാൻ രജിസ്ട്രേഷൻ നടത്തണം. കർഷകരുടെ വിവരങ്ങളും കൃഷിയുമായി ബന്ധപ്പെട്ട സേവനങ്ങളും ഏകീകരിക്കാനാണ് അഗ്രി സ്റ്റാക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിരിക്കുന്നത്. PM കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം അനുവദിക്കുന്ന തുക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകണമെങ്കിൽ രജിസ്ട്രേഷൻ ആവശ്യമാണ്. ഇതിൽ തന്നെ PM കിസാൻ പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് ആദ്യം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശവുമാണുള്ളത്. കൃഷി സംബന്ധമായ കേന്ദ്ര സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങൾക്കും സേവനങ്ങൾക്കുമെല്ലാം രജിസ്ട്രേഷൻ ആവശ്യമാണ്. വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.